4 ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യാപക ആക്രമണം. കുവൈത്ത് വിമാനത്താവളത്തിൽ ഉൾപ്പെടെ ഡ്രോൺ ആക്രമണം നടത്തി. ബഹ്റൈൻ ഹൂറയിലെ ഇറാ ടവർ അപ്പാർട്ട്മെന്റിലും ഡ്രോൺ ആക്രമണം ഉണ്ടായി. ദുബൈയിൽ വൻ സ്ഫോടനമുണ്ടായി. ഇതിനിടെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇറാൻ വിപ്ലവസേന കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഷെഫി ഷാജഹാൻ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഷെഫി, ഇതിപ്പോൾ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ബഹ്റൈനിലെ അപ്പാർട്ട്മെന്റിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് എവിടെയാണ്? ആളപായം എന്തെങ്കിലും ഉണ്ടോ? ആളുകൾ ഒഴിപ്പിക്കുകയാണോ? എന്താണ് സാഹചര്യം? ജിന, ബഹ്റൈനിലെ സാഹചര്യം നിലവിൽ ഗുരുതരമായി തുടരുകയാണ്. നിലവിൽ ഇതുവരെ US നേവി ആസ്ഥാനത്ത് മാത്രമായിരുന്നു മിസൈൽ ആക്രമണമെങ്കിൽ ഇപ്പോൾ ആളുകൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ഡ്രോൺ ആക്രമണം നടന്നിരിക്കുകയാണ്. നമുക്കറിയാം, കുവൈത്തിലെ വിമാനത്താവളത്തിൽ ഇപ്പോൾ നടന്ന ഡ്രോൺ ആക്രമണത്തിന് പുറമെ ബഹ്റൈനിൽ ഇപ്പോൾ ആളുകൾ താമസിക്കുന്ന ഹൂറയിലെ ഇറാ ടവറിൽ ഇപ്പോൾ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുകയാണ്. ഏകദേശം 30 നിലയോളമുള്ളൊരു കെട്ടിടമാണ്. അതിന്റെ ഏറ്റവും മുകളിലായി ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അവിടെ ആളുകളുണ്ട്. ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കാഷ്വാലിറ്റി ഉണ്ടോ എന്നോ അപകടമരണമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. നിലവിൽ 10 മിനിറ്റിൽ താരം മാത്രമേ ആയിട്ടുള്ളൂ. അതുപോലെ സീഫിലെ ഇതുപോലൊരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലും ഇതുപോലെ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുകയാണ്. നിലവിൽ മിസൈൽ ആക്രമണം നടക്കുന്നില്ല, പകരം ഡ്രോൺ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ആശങ്കയിലാണ്. വാർണിംഗ് മെസ്സേജുകളും സൈറനുകളും ഒക്കെ ബഹ്റൈനിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ പരിഭ്രാന്തരാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ മാത്രമാണ് ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ അത് അപ്പാർട്ട്മെന്റുകൾക്ക് നേരെ തിരിയുന്നത് എങ്ങനെയാണ്? എന്താണ് സാഹചര്യം? നിലവിലെ സാഹചര്യത്തെ കുറിച്ച് ഇതാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് സീഫിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലും നിലവിൽ ഹൂറയിലെ ഒരു അപ്പാർട്ട്മെന്റ് ഇറാ ടവർ എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലുമാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ മിസൈൽ ആക്രമണം മാത്രമായിരുന്നു. അത് US നാവിക ആസ്ഥാനത്ത് മാത്രമായിരുന്നു നടന്നിരുന്നത്. ഇന്ന് ഏകദേശം ബഹ്റൈൻ സമയം 7:15, 7:30 കൂടിയാണ് ഈ അപ്പാർട്ട്മെന്റുകളിലേക്ക് ഡ്രോൺ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും രാജ്യത്ത് വാർണിംഗ് സൈറനുകൾ മുഴങ്ങുന്നുണ്ട്. ഡ്രോണുകൾ ആകാശത്തുകൂടി പോകുന്നുണ്ട്. ആളുകളെ സുരക്ഷിതമായി മാറ്റാൻ കഴിയുന്നുണ്ട്. അവരെങ്ങോട്ടാണ് മാറ്റുന്നത്? ഇപ്പോൾ നിലവിൽ അതിന്റെ സുരക്ഷാ മുന്നറിയിപ്പുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 2 അപ്പാർട്ട്മെന്റുകളും ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മുന്നറിയിപ്പില്ലാതെയായിരുന്നു ഈ താമസ കെട്ടിടങ്ങളിലേക്ക് ആക്രമണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സർവ്വ സുരക്ഷാ സന്നാഹങ്ങളുമായി അവിടെ എത്തി ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കാഷ്വാലിറ്റിയോ മറ്റ് കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഔദ്യോഗിക വൃത്തങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും ഡ്രോൺ ആക്രമണമാണ് അവിടെ ശക്തമായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പാർട്ട്മെന്റുകൾക്ക് നേരെയാണ് ഡ്രോൺ ആക്രമണം നടന്നത്. ഇത്രനേരം മിസൈൽ ആക്രമണമാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ ഡ്രോൺ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നാണ് അറിയുന്നത്. 2 അപ്പാർട്ട്മെന്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നും മനസ്സിലാക്കുന്നു. ഇവരെ മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ആളപായമൊന്നുമില്ല എന്നതാണ് ആശ്വാസകരം. ഏതായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ US-ന്റെ വ്യോമതാവളങ്ങൾക്ക്, സൈനിക താവളങ്ങൾക്ക് നേരെ മാത്രമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതെങ്കിൽ ഇപ്പോൾ അത് അവിടുത്തെ ജനങ്ങളെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവരുടെ താമസ സ്ഥലത്തേക്കടക്കം ആക്രമണം നടക്കുന്നു എന്നുള്ള ആശങ്കപ്പെടുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബഹ്റൈനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ബഹ്റൈൻ സമയം 7:30 കൂടിയാണ് ഈ ഒരു ആക്രമണം നടന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കുവൈത്ത് വിമാനത്താവളത്തിൽ ഉൾപ്പെടെ ഡ്രോൺ ആക്രമണം നടത്തി. ബഹ്റൈൻ ഹൂറയിലെ ഇറാ ടവർ അപ്പാർട്ട്മെന്റിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ആക്രമണം ശക്തമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇറാനെതിരായ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിൽ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണത്തിൽ കൂടുതൽ നാശനഷ്ടവും സംഭവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ് എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം.